തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയാണ്. നമ്മൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനം ധ്യാനിച്ചു വരുന്ന സമയമാണല്ലോ. ഫെബ്രുവരി 15 ഞായറാഴ്ച 2 തിമോത്തിയോസ് 2-ാം അധ്യായം 8-ാമത്തെ വാക്യം നമ്മൾ അല്പസമയം ധ്യാനിച്ചിരുന്നു. ഇന്ന് 8, 9, 10 ഈ വാക്യങ്ങളൊന്ന് വേഗത്തിൽ പറയുവാനാണ് ഞാൻ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന ഒരു പഴയ യോദ്ധാവിൻ്റെ വാക്കുകളാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെയാണ് പൗലോസ് എഴുതിയ കത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേഗത്തിൽ മാറ്റപ്പെടും എന്ന കൃത്യമായ ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന, ഇപ്പോൾ എഫെസോസിൽ ശുശ്രൂഷയിലായിരിക്കുന്ന കർത്തൃദാസൻ തിമോത്തിയെ ബലപ്പെടുത്തുവാൻ വേണ്ടി തൻ്റെ ഹൃദയം തുറക്കുന്ന ഒരു ലേഖനമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തന്നെ പിതൃതുല്യമായ സ്നേഹം ഈ കത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അദ്ദേഹം ആ ഒരു സ്വരത്തിലാണ് ഈ കത്ത് എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിയ മകനാണ് തിമോത്തി. തിമോത്തി കർത്തൃവേലയിൽ ചില യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യുകയാണ്. അങ്ങനെ മനസ്സ് പതറി നിൽക്കുന്ന സമയത്ത് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് തിമോത്തിയെ ബലപ്പെടുത്താനാണ് ഈ കത്ത് എഴുതുന്നത്. പൗലോസിനറിയാം തിമോത്തി ഉപദേശപരമായ കാര്യത്തിൽ അദ്ദേഹത്തിന് നിശ്ചയമുള്ളവനാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് വ്യക്തിപരമായ ദൈവഭക്തിയുള്ളയാളാണ്. എന്നാലും സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ അദ്ദേഹം പതറുന്നവനായിട്ടാണ് പൗലോസിന് ബോധ്യമാകുന്നത്. ആ ഭാഗങ്ങളൊക്കെ നമ്മൾ 1-ാം അധ്യായത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. അതുകൊണ്ടാണ് തിമോത്തിയുടെ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു പോയിന്റിൽ അദ്ദേഹത്തെ ബലപ്പെടുത്തുവാൻ വേണ്ടി പോൾ ഈ കത്ത് എഴുതുന്നത്. ഇവിടെ എല്ലാ ദൈവദാസന്മാരും, എല്ലാ ദൈവമക്കളും, ഞാൻ കഴിഞ്ഞ ഇത് ചിന്തിച്ചപ്പോൾ പറഞ്ഞതാണ്, ദൈവദാസന്മാർ, ദൈവദാസിമാർ എന്ന പ്രയോഗത്തിൽ നിന്ന് ഇത് പാസ്റ്റേഴ്സാണ് എന്ന് മാത്രം നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എല്ലാവരും കർത്താവിൻ്റെ വേലയ്ക്ക് നിയോഗിതരാണ്. വി ആർ സേവ്ഡ് ടു സെർവ്. ഏതെങ്കിലും ഒരു കപ്പാസിറ്റിയിൽ നമ്മൾ കർത്താവിൻ്റെ വേല ചെയ്യണം, ചെയ്യുന്നവരാകണം. അങ്ങനെ ധാരാളം നമ്മുടെ ഇടയിൽ സഹോദരി സഹോദരന്മാരുണ്ട്. അങ്ങനെ കർത്തൃവേലയിലായിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ പറയാൻ കഴിയും, കർത്താവിൻ്റെ വേല അങ്ങനെ സുഖകരമായി ചെയ്യാൻ കഴിയത്തില്ല. കർത്തൃവേലയിലായിരിക്കുന്നവർക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ശത്രുവിൻ്റെ പോരാട്ടങ്ങളുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. കാരണം കർത്താവിൻ്റെ വേല എന്ന് പറയുന്നത് യുദ്ധമാണ്. ഒരു എതിർ രാജ്യവുമായിട്ട് ആത്മനിറവിൽ നമ്മൾ ആത്മീക യുദ്ധം ചെയ്ത് പിശാചിൻ്റെ കസ്റ്റഡിയിൽ കിടക്കുന്ന ആളുകളെ സുവിശേഷം പറഞ്ഞ് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് യുദ്ധമാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നവരാണോ ഒരുപാട് അസ്വസ്ഥതകൾ ജീവിതത്തിൽ, കുടുംബത്തിൽ, മറ്റുള്ളവരിൽ നിന്ന് അനുഭവിച്ചുവെന്ന് വരാം. പക്ഷേ അതിൽ നമ്മുടെ ജീവിത അനുഭവമാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത്? നമ്മുടെ യുദ്ധം മനുഷ്യരോടല്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേന. അപ്പം അതിന് ആത്മീക യുദ്ധമാണ്. നമ്മുടെ പരിചയമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു, ആത്മനിറവിൽ ആത്മാവിൻ്റെ നടത്തിപ്പിൽ നിൽക്കുന്നു. ഇപ്പോൾ ഇതാ കുറേ ദിവസങ്ങളുടെ പ്രാർത്ഥന വരുന്നു,
അതെല്ലാം യുദ്ധത്തിന്റെ ഭാഗമാണ്. അതിലെല്ലാം നമ്മൾ സഹകരിക്കണം. അപ്പോൾ ഇതൊരു ജീവിത യാഥാർത്ഥ്യമാണ്. നമ്മൾ പടക്കളത്തിൽ പോരാടുന്ന ആത്മീക പട്ടാളക്കാരാണ്. സഹോദരിമാരാകട്ടെ, സഹോദരന്മാരാകട്ടെ. അപ്പോൾ നമ്മൾ ആരും ഇമ്മ്യൂണല്ല. ഇരുട്ടിൻ്റെ താഴ്വരകളിലൂടെ കടന്നു പോകാത്ത ഏതെങ്കിലും ഒരു ദൈവദാസിയോ ദൈവദാസനോ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന തിമോത്തിയുടെ അന്തരാത്മാവിനെ ബലപ്പെടുത്തുവാനായി, പ്രോത്സാഹിപ്പിക്കുവാനായി, അദ്ദേഹത്തെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന് ആത്മിക ശുശ്രൂഷയിൽ കൈത്താങ്ങൽ കൊടുത്ത ശ്രേഷ്ഠ അപ്പോസ്തലൻ പൗലോസ് ഈ ലേഖനം എഴുതി ബലപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെ കാണുമ്പോൾ അവരെ ബലപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ പറയണം. ഞാനൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണം ഈ സഭയിൽ നടന്ന കാര്യമാണ്. പേരും നാളും ഒന്നും പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ഒരു ആത്മീക ആപ്ലിക്കേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഒരാൾക്ക് ഒരു പ്രത്യേക രോഗമുണ്ടായി. രോഗവിവരം എല്ലാവരും അറിയുന്നു, ബലഹീനയാണ്. അപ്പോൾ ഒരു പ്രത്യേക താഴ്വരയിലൂടെ പോവുകയാണ്. ഉടനെ നമ്മൾ വിളിച്ച്, തലമുടിയൊക്കെ പോയോ, ഓക്കാനം വരുന്നുണ്ടോ? ഇതല്ല ചോദിക്കേണ്ടത്. എന്തോ ചെയ്യും? അത് പ്രോത്സാഹനവാക്കല്ല. എന്തെല്ലാം വേറെ കാര്യം പറയാനൊക്കും. ഫോൺ ചെയ്തിട്ട്, ബ്രദർ, സിസ്റ്റർ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഷയവും കർത്താവ് മറുപടി തരാതിരുന്നിട്ടില്ല, അത്ഭുതം ഉണ്ടാവും, നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും, നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം ഇടപെടാൻ പോവുകയാണ്. എന്നിട്ട് പ്രേരണയുള്ളൊരു വാക്യം കൂടെ, ഇനി പറയാനൊത്തില്ലൊരു വാട്സപ്പ് സന്ദേശത്തിലൂടെ അവർ ബലപ്പെടുകയാണ്. മെഡിക്കൽ സയൻസ് കൈവിടുന്ന കേസുകൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തിപരമായി വിളിച്ച് ചുമ്മാതെ അതും ഇതും അല്ല പറയുന്നത്. പ്രോത്സാഹിപ്പിക്കുക, ബലപ്പെടുത്തുക, പ്രാർത്ഥിക്കുക. ഇത് ആത്മീകമായിട്ട് അപ്ലൈ ചെയ്യുക. മുൻപന്തിയിൽ നിൽക്കുന്ന ചില ആളുകൾ ശക്തമായ എതിർപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിളിച്ച് പ്രോത്സാഹിപ്പിക്കണം. പോൾ അതാണ് ചെയ്യുന്നത്. അതൊരു ശുശ്രൂഷയാണ്. എൻകറേജ് ചെയ്യുക. ചിലരെ പേടി പോലുമാണ്. കാരണം എന്താ ഇനി ചോദിക്കാൻ പോകുന്നത്? നിങ്ങൾക്കറിയാമോ, ഇവിടെ ചെറുപ്പക്കാർ ചിലർ വരാതിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത നന്മയാ, നമ്മുടെ ആ ശുശ്രൂഷയുടെ ബലം കൊണ്ടാണ്. വിടുതലിന് ശുശ്രൂഷ, കാരണം ഭയങ്കര വിടുതലായിപ്പോയി, പിന്നെ ഇനിയും വരികയില്ല. അതല്ല ശുശ്രൂഷ. ഞാൻ ഇതെല്ലാം നടക്കുന്ന സംഭവങ്ങളെ പറയുന്നത് ഇതിൻ്റെ ആത്മീക വശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭൗമിക വശത്തിലും നമ്മൾ എൻകറേജിങ് ആണ് പറയേണ്ടത്. ഒരാൾക്കൊരു വീക്ക്നെസ് ഉണ്ടായി, ഒരാളുടെ വീട്ടിലൊരു പ്രോബ്ലം ഉണ്ടായി, എല്ലാവരും പറഞ്ഞു. അവർ സഭയിൽ വരുന്നത് നമ്മൾ ഇത് കിന്നരിച്ച് ചോദിച്ച് അതിൻ്റെ കോമയും സെമിക്കോളനും മനസ്സിലാക്കാനല്ല, അവർ എൻകറേജ്മെന്റിനാണ് വരുന്നത്. തിരുത്തൽ വേണ്ട മേഖലകളിൽ അവരുടെ മേൽ ദൈവം ആക്കി വെച്ച സഭാ നേതൃത്വമുണ്ട്. നമ്മൾക്കാർക്കും ആ ശുശ്രൂഷ തന്നിട്ടില്ല. അപ്പോൾ ആളുകളെ കാണുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു നല്ല കാര്യം പറയണം, അവരെ എൻകറേജ് ചെയ്യണം. ഇതുപോലെയാണ് ആത്മീകതയിൽ എന്നും ഒരു ശുശ്രൂഷകൻ അങ്ങ് ഉച്ചകോടിയിലല്ല നിൽക്കുന്നത്. ഇതൊരു ഗ്രാഫ് മേളിലോട്ടുണ്ടെങ്കിൽ താഴെയുണ്ട്. ഒരുപാട് കാര്യങ്ങളെയാണ് ഫേസ് ചെയ്യുന്നത്. ആ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആസ്ഥാനത്ത് പറയുന്ന ഒരു ജോക്ക് പോലും വേദനയായി മാറും. ചെയ്യരുതത്. കാരണം അവരൊരു വല്ലാത്ത സ്ഥിതിയിലൂടെ പോവാം, നമുക്കതറിയാം. അന്നേരം നമ്മുടെ ഒരു സുഖം, ഒരു തമാശ വാക്ക്, അതപ്പോൾ അവർക്ക് താങ്ങാൻ ഒക്കുന്ന ഒരു ശേഷി ഇല്ല. അവർക്ക് താങ്ങത്തില്ല.
ഉറപ്പാണ്. അങ്ങനെയുള്ള ചില വാക്കുകൾ നിമിത്തം അവർ വീട്ടിൽ പോയി ഏങ്ങലടിച്ച് കരയും. അതുകൊണ്ട് ഭൗമികമായിട്ടാകട്ടെ, ആ ഭൗമികം പറയുന്നത് മുഴുവനും ഇതിൻ്റെ ആത്മിക വശം മനസ്സിലാക്കാനാണ്. തിമോത്തി ആരോട് ഷെയർ ചെയ്യാനാണ്? പുറത്തുനിന്ന് പ്രശ്നമുണ്ട് ദുരുപദേശകരുടെ, അകത്തു നിന്ന് കുറെ അച്ചായന്മാരും ആന്റിമാരുടെയും. ഇദ്ദേഹം യൗവനക്കാരനാണ്, പതറി നിൽക്കുകയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് എൻകറേജിങ് വാക്കുകളാണ്, പിതൃതുല്യ സ്നേഹത്തിൽ നിന്നുള്ള വാക്കുകളാണ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ആ വാക്കുകൾ പറയുക, അദ്ദേഹത്തെ എൻകറേജ് ചെയ്യുക, സമയം കണ്ടെത്തി ഒരു കത്തെഴുതി ബലപ്പെടുത്തുകയാണ്. ഇതാണ് പോൾ ഇവിടെ ചെയ്യുന്നത്. 8-ാം വാക്യം ഒരു കൽപ്പനയാണ്. ആ 8-ാം വാക്യം പരസ്യമായിട്ട് വായിക്കാം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. ഒരു കൽപ്പനയാണ്. ക്രിസ്തീയ ശുശ്രൂഷയുടെ ഫോക്കസ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറഞ്ഞത് കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ഫോക്കസും അത് തന്നെയാണ്. റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ്. അപ്പൊ ഇവിടെ ഞാൻ വേഗത്തിൽ പോവുകയാണ്, കാരണം നമ്മൾ ഈ കാര്യങ്ങൾ അല്പം ചിന്തിച്ചതാണ്. ആടി നിൽക്കുന്ന തിമോത്തിയോട് പൗലോസിന് പറയാനുള്ളത്, നിരന്തരമായി യേശു കർത്താവിനെ ഓർക്കുക എന്ന് പറഞ്ഞാൽ യേശു കാണിച്ച മാതൃകാ ജീവിതം ഓർക്കുക. ദാവീദിന്റെ സന്തതിയായി വന്നു എന്ന് പറയുമ്പോൾ അവിടുത്തെ മനുഷ്യത്വമാണ് ഫോക്കസ്. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ എഴുതിയിരിക്കുന്ന യേശുക്രിസ്തു എന്ന വാക്കാണ്. 1-ാം വാക്യത്തിൽ ക്രിസ്തു യേശു എന്ന് കാണാൻ കഴിയും. 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, 9-ാം വാക്യം, 10-ാം വാക്യം, ഇവിടെ എല്ലാം ക്രൈസ്റ്റ് ജീസസ്. 13-ാം വാക്യത്തിലും അതുണ്ട്. 2:1, 2:10, 3:15, ഇവിടെ എല്ലാം ക്രൈസ്റ്റ് ജീസസ് എന്നുള്ള ടൈറ്റിലാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ജീസസ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യേശുക്രിസ്തു, അതുപോലെ ദാവീദിന്റെ സന്തതി എന്നുള്ള പ്രയോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ ജഡാവതാരം, ഹ്യൂമാനിറ്റി, മനുഷ്യപ്രകൃതം. എന്താണ് ഓർക്കേണ്ടത്? നീ ആടി നിൽക്കുകയല്ലേ? ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ പതറി നിൽക്കുന്ന തിമോത്തി, നോക്കാൻ കൊള്ളുന്ന ഒരിടമുണ്ട്. ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അവിടുന്ന് ഇതെല്ലാം തരണം ചെയ്ത് അവിടുന്ന് ജയിച്ചു എങ്കിൽ നിനക്കും ജയിക്കാൻ കഴിയും. ഈ ക്രിസ്തുവേശുവിൽ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കാതെ ഡിസ്ട്രാക്റ്റഡ് ആയി പോയാൽ നിന്റെ ഓട്ടക്കളത്തിൽ നിനക്ക് ഓടി പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. അപ്പൊ അത് ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ മാത്രമായി നിങ്ങൾ പരിമിതപ്പെടുത്തരുത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഫോക്കസ് ഇതായിരിക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ എല്ലാ കാര്യത്തിനും പതറുന്നവരായിരിക്കും. 21 അല്ല 210 കഴിഞ്ഞാൽ നിങ്ങൾ പതറും. ആര് നിങ്ങളോട് ദൂത് പറഞ്ഞാലും നിങ്ങൾ പതരും. ഊർജം പകരുന്ന, അടിസ്ഥാനം ഇടുന്ന നമ്മുടെ എല്ലാ വ്യാകുല ചിന്തകളും മാറുന്നത് മനുഷ്യനായി കടന്നു വന്ന യേശുവിനെ നോക്കണം, ശ്രദ്ധിച്ചു നോക്കണം, നിരന്തരമായി നോക്കണം, എപ്പോഴും നോക്കണം. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ സെന്ററായിട്ട് നിൽക്കേണ്ടത് ജീസസ് ക്രൈസ്റ്റ്. പൗലോസ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ എനിക്ക് മനസ്സിലാകുന്ന ഒരു സത്യം പറയാം. കാരാഗ്രഹത്തിൽ കിടന്ന്
വരുന്ന ദിവസങ്ങളിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ പോകുകയാണെന്ന് ഗ്രഹിച്ച അപ്പോസ്തലന് ഇതെങ്ങനെയാണ് ഈ ഊർജം? ആത്മനിറവിൽ ക്രിസ്തുവിനെ ധ്യാനിക്കുകയാണ്. യേശു എനിക്ക് മുൻപായി അവിടുന്ന് ഇതെല്ലാം അനുഭവിച്ച് കടന്നുപോയി എങ്കിൽ ഇത് എനിക്കും തരണം ചെയ്യുവാൻ കഴിയും. ദൈവം എനിക്ക് അതിനുള്ള കൃപ തരും. മനസ്സ് ക്ഷീണിക്കാതിരിക്കണമെങ്കിൽ. അല്ലൽ നിങ്ങൾ ഇനി എന്നോ നോക്കിയാലും നടക്കത്തില്ല. നിങ്ങളുടെ മനസ്സ് പതറിപ്പോവും. മനസ്സിന്റെ ഏകാഗ്രത നിൽക്കണമെങ്കിൽ ലുക്ക് അറ്റ് ജീസസ് ക്രൈസ്റ്റ്. ആ കർത്താവിൻ്റെ ഹ്യൂമാനിറ്റിയാണ് നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ പതറിപ്പോകാതെ നമ്മളെ ബലത്തോടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മളെ നിർത്തുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ക്രിസ്തീയ ജീവിതം, ആ ഓട്ടക്കളം നമ്മൾ പൂർത്തീകരിക്കും. ഒരു ദിവസം ക്രിസ്തീയ ശുശ്രൂഷ നമ്മൾ പൂർത്തീകരിക്കും. ആ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ നിലനിന്ന് പൂർത്തീകരിക്കണമെങ്കിൽ ഫോക്കസ് എപ്പോഴും ജീസസ് ക്രൈസ്റ്റ്. സംഘടനയല്ല, വേറെ ഏതെങ്കിലും ശ്രേഷ്ഠന്മാരല്ല. യു ലുക്ക് അറ്റ് ജീസസ് ക്രൈസ്റ്റ്. ഇപ്പൊ പൗലോസ് ആഗ്രഹിക്കുന്ന തിമോത്തിയോസ്, അദ്ദേഹത്തിന് നല്ല അന്ത്യമുണ്ടാകണം. ഇപ്പോൾ പതറിയാൽ എങ്ങനെയാ? പോൾ തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലായി കഴിഞ്ഞു. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് താൻ തിമോത്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓട്ടക്കളത്തിൽ ഇറങ്ങിയത് കൊണ്ട് പോരാ, ആദ്യത്തെ 100 മീറ്റർ ഓടിയത് കൊണ്ട് പോരാ. ഇത് മറാത്തണാണ്. മറാത്തൺ ഒരായുസ് മുഴുവനും ഓടേണ്ട ഓട്ടമാണ്. ആദ്യത്തെ 10 വർഷം നിന്നത് കൊണ്ടായില്ല. ഒരു പൂർത്തീകരണം ഇതിനുണ്ടാകണം. പൗലോസ് ഇത് തിമോത്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ശോധനകളുടെ നടുവിൽ യേശുക്രിസ്തുവിനെ ഓർക്കുക. എന്താണ് ഓർക്കേണ്ടത്? കർത്താവായ യേശുക്രിസ്തു എന്തെല്ലാം പ്രതികൂലം അവിടുന്ന് അനുഭവിച്ചു ഈ ലോകത്തിൽ, അതിനെ എല്ലാം തരണം ചെയ്തു. അവസാന ഘട്ടത്തിലേക്കൊക്കെ ആകുമ്പോൾ ധാരാളം പോരാട്ടങ്ങൾ. പക്ഷേ അതിനെയൊക്കെ കർത്താവ് അതിജീവിച്ചു. ഇതുപോലെ തിമോത്തി നിനക്കും അതിജീവിക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിനെ ഓർക്കുക. നമ്മൾ കർത്താവിനെ ഓർക്കും തോറും ഊർജം പകർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആന്തരിക മനുഷ്യൻ ബലപ്പെടും. അതുപോലെ ഇത് എഴുതിയിരിക്കുന്ന ആ ഗ്രാമർ പരിശോധിച്ചാൽ ഓർക്കുക എന്ന ആ രീതിയല്ല, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഈ സ്പെയർ ടൈമിൽ പ്രാർത്ഥിക്കുമ്പോൾ തിങ്ക് അബൌട്ട് ജീസസ്. ഒരിക്കൽ ഒരാളിനോട് ചോദിച്ചു, പാസ്റ്റർ ഇങ്ങനെ രൂപം വല്ലതും കാണുമോ? ഞാനൊന്നും കാണത്തില്ല, ഞാൻ യേശുവിനെ കണ്ടിട്ടില്ല. അങ്ങനെ അക്ഷരീകമായി ഞാൻ യേശുവിനെ കണ്ടതെല്ലാം ദൈവവചനത്തിലാണ്. അപ്പൊ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ഒരു രൂപം നമ്മുടെ മുന്നിലില്ലയോ? എനിക്കില്ല. അല്ല, ഉണ്ടെങ്കിൽ ഏത് രൂപമാ? ഏതോ കലണ്ടറിനകത്ത് ആരാണ്ട് വരച്ച് വെച്ച രൂപം. എനിക്കങ്ങനെയില്ല. എൻ്റെ മനസ്സിലേക്ക് ദൈവത്തിൻ്റെ വചനമാണ് വരുന്നത്, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്. ഞാൻ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ അതിന് തത്തുല്യമായി കർത്താവ് സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ മനുഷ്യൻ പഴിച്ചു, ദുഷിച്ചു, നിന്ദിച്ചു, ഉപദ്രവിച്ചു, അത് മനസ്സിലേക്ക് വരികയാണ് വചനങ്ങൾ. അവിടെയാണ് ഞാൻ ബലം കണ്ടെത്തുന്നത്. എനിക്ക് മുൻപായി ഈ ഓട്ടക്കളത്തിൽ കർത്താവ് ഓടി, അതിനെ തരണം ചെയ്തു. ഞാൻ കർത്താവിൻ്റെ പുറകെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതാണ് എനിക്ക് ഉള്ള ഓഹരി. ഞാനത് വിജയകരമായി പൂർത്തീകരിക്കാൻ അവിടുത്തെ ആത്മാവിനാൽ ദൈവം എന്നെ ബലപ്പെടുത്തും. അതുകൊണ്ട് രൂപം കാണുന്നവർ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേ. സ്തോത്രം. ആ 8-ാം വാക്യം, യേശുക്രിസ്തുവിനെ ഓർക്കുക. എന്തെല്ലാമാണ് യേശുക്രിസ്തുവിൽ ഓർക്കേണ്ടതെന്നതിന് 1-2 കാര്യങ്ങൾ ഇവിടെ എടുത്തു പറയുന്നു. ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, 2 മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന,
അതാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷം, പൗലോസിൻ്റെ സുവിശേഷം. പൗലോസ് എവിടെ സുവിശേഷം പറഞ്ഞാലും ഈ രണ്ട് ഘടകങ്ങൾ സുവിശേഷത്തിനകത്തുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഇത് എൻ്റെ സുവിശേഷം. നിങ്ങൾക്കും വേണേൽ പറയാം എൻ്റെ സുവിശേഷം, ഞാൻ എവിടെ പോയാലും ഈ സുവിശേഷം. അതിനാ വാക്കിനെ ചൊല്ലി വേറെ ഉപദേശങ്ങൾ വരെ ഉണ്ടാക്കിയ പുള്ളികളുണ്ട്. അപ്പൊ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, റിസൺ ഫ്രം ദ ഡെഡ്, അങ്ങനെ നമ്മൾ യേശുവിനെ കുറിച്ച് ഓർത്താൽ എന്താണ്? തിമോത്തി, നീ ആടി പതറി നിൽക്കുകയാണ്, നിന്നെ ഒതുക്കുന്നത് പോലെയുള്ള അനുഭവമാണ്. പക്ഷെ നീ ഓർത്തോണം, മരണത്തെ തോൽപ്പിച്ച് കല്ലറകളെ ഭേദിച്ച് ഉയർപ്പിന്റെ ശക്തിയുടെ വ്യാപാരത്തിൽ പിതാവാം ദൈവം പുത്രനെ ഉയർപ്പിച്ചു. കല്ലറകൾ കൊണ്ട് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ല, പിതാവ് കല്ലറയിൽ അവനെ വിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് ഉയർപ്പുണ്ട്. നീ അഭിമുഖീകരിക്കുന്ന വിഷയം നിന്നെ ഒതുക്കി തകർക്കുകയില്ല. യു വിൽ റൈസ് ബൈ ദ പവർ ഓഫ് ദ റിസറക്ഷൻ. പുനരുത്ഥാനത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കും. അങ്ങനെ നമ്മുടെ ഉള്ളിനെ നമ്മൾ ധൈര്യപ്പെടുത്തണം. ഇത് സൈക്കോളജി അല്ല, ഇത് റിയാലിറ്റിയാണ്. യേശു ഉയർത്തു എന്നുള്ളത് ഒരു സത്യമാണ്, ചരിത്ര സംഭവമാണ്. ആ ദൈവം ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയുടെ വ്യാപാരത്താൽ ഞാൻ അഭിമുഖീകരിക്കുന്ന വിഷയം എന്നെ തളർത്തി ഒതുക്കാതെ ഇറ്റ് വിൽ എംപവർ മീ ടു കം ഔട്ട്. സ്തോത്രം. എന്ത് വിഷയമാകട്ടെ സഹോദരങ്ങളെ, എന്നോ വിഷയമാകട്ടെ, പരിഹാരമില്ലെന്ന് ലോകം മുഴുവനും വിധി എഴുതി വെച്ചിരിക്കുന്ന വിഷയമാണെങ്കിൽ God can provide divine protection, providence and divine answer. എപ്പോഴും യേശു അല്ലാതെ ആർക്കും നമ്മളെ സഹായിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഉള്ളം കലങ്ങിപ്പോവും. നമ്മൾ കേവലം മനുഷ്യരാണ്. അതിനകത്തുനിന്ന് വിടുതൽ വേണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ റിമെമ്പർ ജീസസ് ക്രൈസ്റ്റ്. വാട്ട് ടു റിമെമ്പർ അബൌട്ട് ഹിം? റിമെമ്പർ ദ പേഴ്സൺ ഓഫ് ക്രൈസ്റ്റ്. ഈ പുനരുത്ഥാനത്തിന്റെ ഒരു ഇവന്റ് മാത്രമായിട്ടല്ല, ദ പേഴ്സൺ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അവിടുന്ന് എന്തെല്ലാമാണ് അവിടുത്തെ ഹ്യൂമാനിറ്റിയിൽ ചെയ്തത്, അത് നമുക്ക് ബലം പകരുന്നതാണ്. അവിടുന്ന് ഇതുപോലെയാണല്ലോ, നിന്ദകൾ പരിഹാസങ്ങളൊക്കെ അനുഭവിച്ചല്ലോ. പക്ഷെ അവിടുന്ന് നോക്കിക്കേ, അതിനൊക്കെ അതിജീവിച്ച് എല്ലാ നിമിഷവും മുന്നോട്ട് പോയി പിതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിച്ചു എങ്കിൽ ഓട്ടക്കളത്തിൽ നിന്ന് പിന്മാറാതെ എനിക്കും മുന്നോട്ട് പോകാം. കർത്താവ് അത് മനസ്സിലാക്കുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ, അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം, എനിക്കും ഇങ്ങനെ ജയാളിയാകണം. അവിടുത്തെ പുനരുത്ഥാനത്തെ ഓർക്കുക, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർക്കുക. ദ റിസറക്ഷൻ പവർ ഓഫ് ജീസസ്. അങ്ങനെ ഓർക്കുമ്പോഴാണ് ഇമോഷണലായിട്ട്, വൈകാരികമായിട്ടുള്ള നമുക്ക് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ആത്മീകമായ ഒരുപാട് ഡിസ്കറേജ്മെന്റ് ഉണ്ടാകാം. അതിനകത്തു നിന്നൊക്കെ നമുക്ക് പുറത്തു വരാൻ കഴിയും. നിങ്ങളിപ്പോൾ ഏത് ദൈവത്തിൻ്റെ ദാസന്മാരെ നോക്കി, ഏത് ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവം ഉപയോഗിക്കുന്നവർ. ഞാൻ പറയുന്ന ഈ കളിപ്പീരി ടീമൊന്നും അല്ല കേട്ടോ. നേരെ ചൊവ്വേ ജീവിക്കുന്ന ആൾ നിങ്ങൾ ആരെ നോക്കും, അവരെല്ലാം ഈ ഡിസ്കറേജ്മെൻറ്റുകളും പ്രതിസന്ധിയും അനുഭവിച്ചിട്ട് അത് പരസ്യമായിട്ട് ആരോടും പറയുന്നില്ലായിരിക്കാം. ദൈവം അവർക്ക് കൃപ പകർന്ന്, കൃപയാലല്ലാതെ എൻ്റെ പ്രിയരെ ഒരു ചവിട്ടും എടുക്കാനൊക്കത്തില്ല. ദൈവം അവർക്ക് കൃപ പകർന്ന് അവര് ജയാളികളാകുകയാണ്. ഓരോ വിഷയങ്ങളെ തരണം ചെയ്യുകയാണ്. അതിലവരെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് റിമെമ്പറിങ് ജീസസ് ക്രൈസ്റ്റ്. പൗലോസ് അങ്ങനെയാ ജയിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ജയാളിയായ അതേ കാര്യം തന്നെ മകൻ തിമോത്തിയോട് പറയുകയാണ്, തിമോത്തി, നിന്റെ സാഹചര്യം ഞാൻ മനസ്സിലാക്കുന്നു, ജയിക്കാനുള്ളത് ഇതാണ്, പിന്മാറരുത്, കളം വിടരുത്. അതുപോലെ തന്നെ ദാവീദിന്റെ സന്തതിയായി ജനിച്ച്, അത് ഞാൻ വിശദീകരിച്ചതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ധ്യാനിച്ചപ്പോൾ. യേശുക്രിസ്തുവിന്റെ ഹ്യൂമാനിറ്റിയും കാണിക്കുന്നു. ദാവീദിന്റെ മക്കളിൽ ഒരാൾ മശിയായിട്ട് വരുമെന്നുള്ള വാഗ്ദത്തങ്ങൾ നിവൃത്തിയായി.
യേശു കർത്താവിന് ധാരാളം വാഗ്ദത്തങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പുത്രനാണെങ്കിലും ഈ വാഗ്ദത്തങ്ങളെ ഒക്കെ നിറവേറ്റിയെങ്കിൽ, ഒരുപാട് ശോധനകളും കഷ്ടതകളും കർത്താവ് അനുഭവിച്ചു, പക്ഷേ പിതാവാം ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും തന്നിൽ നിറവേറി എങ്കിൽ നമ്മളോടുള്ള വാഗ്ദത്തങ്ങളും ദൈവം നിറവേറ്റും. ഇതാണ് എൻ്റെ സുവിശേഷം, അക്കോർഡിംഗ് ടു മൈ ഗോസ്പൽ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ പുനരുത്ഥാനവും അതുപോലെ ദാവീദിൻ്റെ സന്തതിയായി വരുന്ന ക്രിസ്തുവും പൗലോസ് പറഞ്ഞ സുവിശേഷത്തിലെ കാതലായ ഇസെൻഷ്യലായ പാർട്ടുകളാണ്. അതുമാത്രമല്ല, നിങ്ങളൊന്ന് നോക്കുകയും, ഈ ഗോസ്പൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഗുഡ് ന്യൂസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ പൗലോസ് പറഞ്ഞ ഗുഡ് ന്യൂസ് എന്താ? ഓ, നീ ചില മാസങ്ങൾ കഴിയുമ്പോൾ നീ വിമാനം മേടിക്കാൻ പോകുന്നു. നീ ഇതാ വാഹനങ്ങൾ 1, 2 നിന്റെ കാർ പോർച്ചിൽ നിൽക്കുന്നതായി കാണുന്നു. എന്തിനാ ഈ പറയുന്നതെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പൗലോസിന്റെ സുവിശേഷം ഇതല്ല. പൗലോസിന്റെ സുവിശേഷം നിങ്ങളെല്ലാം വമ്പന്മാരാകാൻ പോകുന്നു, വലിയ ബിസിനസ്സുകാരൊക്കെ ആകാൻ പോകുന്നു എന്നുള്ള സുവിശേഷമല്ല പൗലോസിന്റെ. വാട്ട് ഈസ് മൈ ഗോസ്പൽ? പൗലോസിന്റെ സുവിശേഷം എന്താ? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ്. ദാറ്റ്സ് ഹിസ് ഗോസ്പൽ. വാട്ട് ഈസ് യുവർ ഗോസ്പൽ? ഇന്ന് നമ്മൾ കേൾക്കുന്ന പലതും, ബൈ ദ വേ, അവർക്കും പറയാം മൈ ഗോസ്പൽ. അതെന്നാ? വൈ രാജാ വൈ, 1 വെച്ചാൽ എത്ര കിട്ടും? അത് ഓരോരുത്തൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പറയും. 100 പറയുന്നവരുണ്ട്, 1000 പറയുന്നവരുണ്ട്. അത് അവരോരോരുത്തർ പറയും മൈ ഗോസ്പൽ. പോളിന്റെ ഗോസ്പൽ അതല്ല. പോളിന്റെ ഗോസ്പൽ ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ആണ് ഗോസ്പൽ. കള്ള നാണയത്തെയും ശരിയായി ഉള്ളതിനെയും തമ്മിൽ തിരിച്ചറിയാൻ ഈ ഒരൊറ്റ കാര്യം പോരെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇനി 9-ാം വാക്യം, അതാകുന്നു എൻ്റെ സുവിശേഷം എന്നുള്ളത് 9-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗമാണ്. പക്ഷേ ഇംഗ്ലീഷ് തർജ്ജിമയിൽ 8-ാം വാക്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് അതുകൂടെ ഞാൻ 8-ാം വാക്യത്തോട് ചേർന്ന് പറഞ്ഞത്. അപ്പം അതിനുശേഷം മലയാളത്തിൽ 9-ാം വാക്യത്തിൽ, അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നതുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അല്പസമയം അവിടെ നിന്ന് ശ്രദ്ധിക്കണം. സുവിശേഷ വേലയ്ക്ക് സമർപ്പിച്ചിട്ടുള്ളവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ 5 തവണ ആലോചിച്ചേ പോകാവൂ കേട്ടോ. സ്തോത്രം. പണ്ട് ഞാനൊരു സഭയെ ശുശ്രൂഷ ചെയ്യായിരുന്നു. ശുശ്രൂഷയ്ക്ക് ഞങ്ങൾ 2 ബസ്സൊക്കെ പിടിച്ച് പോകണമായിരുന്നു. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഉപദേശിയുടെ ജീപ്പ് ഞാൻ വാങ്ങി. ഉപദേശിയായതുകൊണ്ട് പണി തന്നു. ഒരിക്കലേ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ വർക്ക്ഷോപ്പ് മുതലാളി എന്നോട് പറഞ്ഞത്, എന്നോടല്ലത് വാസ്തവത്തിൽ പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടു സഹോദരനോടാണ്, തൊടുന്നിടം പൊളിഞ്ഞു പോവാന്ന്. അങ്ങനുണ്ട്. എന്നാലും ഞാൻ അത് ഉരുട്ടിക്കൊണ്ട് പോയി. അങ്ങനെയൊക്കെ കാലമുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ രസമായിരുന്നു. അത് സ്റ്റാർട്ടാകണമെങ്കിൽ ഞങ്ങളെല്ലാം കൂടെ തെള്ളി ചാടി ഞാനകത്ത് കയറി ഒക്കെ സ്റ്റാർട്ടാക്കണം. അങ്ങനത്തെ ഒരെണ്ണമാണ് എന്നെ. ഇപ്പം എനിക്കിത് സംബന്ധിച്ചൊന്നും അറിഞ്ഞുകൂടല്ലോ. അതുകൊണ്ട് എന്നെ ഒന്ന് ഒപ്പിച്ചതാ. അപ്പം ഞാനിങ്ങനെ പിന്നെ ജീപ്പിലും ഒക്കെ വന്നു. ഞാൻ വരുന്നു, ജോളി വരുന്നു, പിള്ളേർ വരുന്നു ഒക്കെ കണ്ടു. അവ സുവിശേഷകനാണെങ്കിൽ ജീപ്പ്, കാറ്, ഇതാണ് അവർക്ക് ചിന്തയിൽ വന്നത്. അങ്ങനെ അവിടെ ഒരു ആള്, വിവാഹപ്രായമായ ഒരാള്, വിവാഹാലോചനയൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരിക്കൽ ചോദിച്ചു, മോളെ ഈ എങ്ങനെയുള്ളവരെയാ നോക്കുന്നു? എനിക്ക് പാസ്റ്റർമാർ മതി. ഓഹോ, എന്നാ? എനിക്ക് പിടികിട്ടി സംഭവം. കാരണം അവൾ കാണുന്നില്ല ഞാനിത് ഉന്തിയും തെള്ളിയും ഇതുകൊണ്ട് വർക്ക്ഷോപ്പിലിടുന്നതൊന്നും. അവൾ നോക്കുന്നുണ്ടോ, ഉണ്ടോ ഞായറാഴ്ച രാവിലെ
ഈ ജീപ്പുമായിട്ടൊക്കെ വരുന്ന. അപ്പോൾ അവൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ പാഷന്മാരെ കല്യാണം കഴിക്കണം, വാഹനമൊക്കെ ആയിട്ട് നമുക്കൊരു ജീവിതമുണ്ട്. ഒരു ദിവസം ഞാൻ ഇവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, കുഞ്ഞെ സംഭവം ഇങ്ങനെ. ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, ഉപദേശിയാകാൻ എന്തൊക്കെയാണ് അനുഭവങ്ങൾ വരേണ്ടതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാ, വേറെ ആരെയും അന്വേഷിച്ചോളാൻ. അതോടുകൂടി പുള്ളിക്കാരത്തിയുടെ ദർശനം കഴിഞ്ഞു. നിങ്ങൾ നോക്കിക്കേ, പൗലോസ് നോക്കിക്കേ, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞിട്ട് അതറിയിക്കുന്നതിൽ ഈ സുവിശേഷം, ഇത് പ്രോസ്പെരിറ്റി ഗോസ്പൽ അല്ല. ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ ഹ്യൂമാനിറ്റി, യേശുവിലൂടെയുള്ള ആത്മരക്ഷ, ഈ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നതുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ഇന്നത്തെ ഒരാളിനെ നീ കണ്ടച്ചിറങ്ങരുത്. ഞാൻ ഒരാളെ കുറിച്ച് കേട്ടു, അയാൾ താമസിക്കുന്ന നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാൾ പുള്ളിയാണെന്ന്. ഞാനോർത്തു, അപ്പൊ ഇതെന്നെ കുടുംബസ്വത്താണോ? അല്ല, സുവിശേഷത്തിൽ ഞങ്ങൾ ഉണ്ടാക്കിയതാ, ദൈവത്തിന്റെ വഴികളെ. അപ്പൊ ഈ പൗലോസോ? അല്പം ഇത് ചിന്തിക്കണം കേട്ടോ. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതല്ല, നമ്മൾ ഇത് കാണുന്നത് മറ്റു പലതുമാ. വചനം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? അത് ശരിക്കും ചിന്തിക്കണം. കർത്താവിനെ സേവിക്കുന്നതിൽ വില കൊടുക്കണം. വില കൊടുക്കാത്ത ഒരു സേവനമില്ല. അതാണ് നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു. അത് ഏത് കപ്പാസിറ്റിയിലാകട്ടെ, ഉപദേഷ്ടാവ് എന്ന നിലയിലോ, പ്രസംഗി എന്ന നിലയിലോ, ഇടയ ശുശ്രൂഷ എന്ന നിലയിലോ, പ്രവാചകൻ എന്ന നിലയിലോ, മറ്റെന്തെങ്കിലും കാര്യമാകട്ടെ, ദൈവരാജ്യ വ്യാപ്തിക്ക് വേണ്ടി ആത്മാർത്ഥമായി ദൈവം വിളിച്ച് ഒരാളിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ വില കൊടുക്കണം. അതിന്റെ അർത്ഥം ആ ആളിന്റെ ആവശ്യങ്ങളെ ദൈവം നിർവഹിക്കത്തില്ല എന്നല്ല. There is a price to pay. അത് ശരിക്കും മനസ്സിലായിക്കോണം. ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ശുശ്രൂഷയും രണ്ടുമായിട്ട് നിങ്ങൾ എടുത്തോ, രണ്ടിനും വില കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരാള് നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരാളാണ്, യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിച്ചതുകൊണ്ട് 1 കോടി രൂപയുടെ ബിസിനസ് വന്നത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇത് വില കൊടുക്കേണ്ടതാ, ക്രിസ്തീയ ജീവിതവും ക്രിസ്തീയ ശുശ്രൂഷയും. അപ്പൊ പൗലോസ് ഇവിടെ തിമോത്തിയെ ശരിക്കും ഒന്നുകൂടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തിമോത്തി, ഒരുപാട് യുദ്ധങ്ങളുണ്ട്, ഒരുപാട് പോരാട്ടങ്ങളുണ്ട്, ഒരുപാട് കൊടുങ്കാറ്റുകളുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ നിമിത്തം നീ പിന്മാറരുത്. യേശുക്രിസ്തുവിനെ ധ്യാനിച്ചോണം. ഇത് വില കൊടുക്കേണ്ടതാണ്. അതിന്റെ തുടക്കം നോക്കുകയും അത് അറിയിക്കുന്നതിൽ, എന്ത് അറിയിക്കുന്നതിൽ? എൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൽ, എൻ്റെ സുവിശേഷം അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നതുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. കഷ്ടം, ഫോർ വിച്ച് ഐ സഫർ. അല്ലാതെ ഗ്ലാമറസ് ലൈഫ് അല്ലിത്. പണ്ടൊരിക്കലും ഒരു വലിയ ശുശ്രൂഷകൻ ഒരു വലിയ യോഗത്തിന് വന്നു, തമിഴ്നാട്ടിലെങ്ങാണ്ട്. ആ പുള്ളിക്കാരന് ബ്ലാക്ക് കാറ്റ് അകമ്പടിയൊക്കെ ഉണ്ട്. ഈ നമുക്ക് ചില ആളുകളെ ഹീറോ വർഷിപ്പാ, അറിയാതെ മലയാളിയാണെന്നാ തോന്നുന്നു. കാരണം ഈ മലയാളി പിള്ളേരെല്ലാം കൂടി ഇവിടുന്ന് എവിടെ ഉണ്ടൊരു വലിയ പുള്ളി വന്ന യോഗം, ഇവിടുന്ന് ടിക്കറ്റ് കൊടുത്തെല്ലാം. കാരണം ആ പുള്ളി തൊട്ടാൽ നമുക്ക് ഉണർവുണ്ടാവും. ഏതായാലും കൊള്ളാം, ഇവൻ കയറി ഈ വലിയ പുള്ളി ഒന്ന് തൊട്ടു, ഒരൊറ്റ അടി അവൻ്റെ കന്നത്ത്. ബ്ലാക്ക് കാറ്റിനെ വെച്ചിരിക്കുന്ന അതിനാ. അപ്പൊ അവരുടെ വാദം എന്താണെന്നറിയാമോ? ജീവന് ഭീഷണിയുണ്ട്, അതുകൊണ്ട് തൊടാൻ പോലും ഞങ്ങൾ. ഈ ലൈഫല്ല പോളിൻ്റെത്.
ഒരു ഗ്ലാമറസ് ലൈഫ് അല്ല. ഐ ആം സഫറിങ്. സുവിശേഷ വേലയെക്കുറിച്ച് നിങ്ങൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? Because you see this and that and some YouTube images, you think that this is a glamorous job. കർത്താവിനെ യഥാർത്ഥമായി അനുഗമിക്കുന്നയാള് കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കാൻ തയ്യാറുള്ളവനായിരിക്കും. അതിന് സമർപ്പണമില്ലെങ്കിൽ കളത്തിൽ കയറരുത്. Don't get into the ring. This is a fight. വിളിയുള്ളവരും നിയോഗമുള്ളവരുമാണ്. ചിലർ ചിന്തിക്കുന്നത് നമ്മൾ ഫേമസ് ആകും. പാസ്റ്ററുടെ എല്ലാം എല്ലായിടത്തും പടം വരും, ഫേമസ് ആകുക. ഇതങ്ങനത്തെ പടമല്ല, പടമാക്കുന്ന ഇടപാടാണ്. സ്തോത്രം. കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാക്കണം. അപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ സഫറിങ്? എന്ത് കഷ്ടതയെക്കുറിച്ചാണ്? കഷ്ടം സഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ, ഒന്ന്, ചങ്ങല ധരിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അയ്യോ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, എവിടെയാ കിടക്കുന്നത്? കാരാഗ്രഹം എന്നുള്ളത് നമ്മൾ പറയുന്ന ഒരു നല്ല ഡിപ്ലോമാറ്റിക് വാക്കാണ്. ശരി, കാരാഗ്രഹം. പക്ഷേ ഭൂമിയിൽ ഒരു ഗർത്തമാണ്, ഗർത്തത്തിനകത്ത് ഇട്ടിരിക്കുകയാണ്. മലമൂത്ര വിസർജനമെല്ലാം അതിനകത്താണ്. ഈ ഗർത്തത്തിന്റെ മുകളിൽ നിന്ന് വരുന്ന സൂര്യപ്രകാശം മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്. അതിനകത്ത് കിടക്കുമ്പോൾ ചങ്ങല ധരിച്ച് കിടക്കുക. അപ്പൊ എങ്ങനെ പൗലോസേ അങ്ങ് എഴുതിയത്? What a man this man Paul. അദ്ദേഹത്തിന്റെ മൂവ്മെന്റ് റിസ്ട്രിക്റ്റഡ് ആണ്. Why? എന്ത് ചെയ്തു നിങ്ങൾ? നിങ്ങൾ ഗവൺമെന്റിന് വിരോധമായി ചെയ്തോ? നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക വാട്ട് ഈസ് യുവർ ഫോൾട്ട്? എന്റെ സുവിശേഷം ഞാൻ പ്രസംഗിച്ചു, ഫോർ വിച്ച് ഐ സഫർ. കണ്ടിട്ടുണ്ടോ ഇന്നാരെങ്കിലും അങ്ങനെ? ഇതാണ് സുവിശേഷമല്ല. ഇതിലേക്ക് വരികയാണ്. തിമോത്തി ഇത് കണ്ടതാണ്. ലിസ്ട്രയിൽ കല്ല എറിഞ്ഞ് പൗലോസിനെ താഴെയിട്ട് ആളുകൾ അദ്ദേഹം മരിച്ചു എന്ന് കണ്ട് ഇരുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാം കൂടെ അടുത്തുകൂടി. അദ്ദേഹം എഴുന്നേറ്റ് അടുത്ത സ്ഥലത്തേക്ക് പോയി. ഇത് കണ്ടിട്ട് സുവിശേഷ വേലയ്ക്ക് വന്നവൻ പതറി നിൽക്കുക. ഇപ്പം നിങ്ങളുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് വിടുകയാണെങ്കിൽ കാര്യം മനസ്സിലാക്കിയിട്ട് വിളിയുള്ളത് കൊണ്ട് വിട്ടോണം. സോദരം, റിയലി നമ്മൾ മനസ്സിലാക്കുന്ന, ലുക്ക് അറ്റ് ദിസ് മാൻ പോൾ. ആർ യു സഫറിംഗ് ഫോർ ദ ഗോസ്പൽ? പലരും ഭയങ്കര പുള്ളികളാണ്, അഡ്വാൻറ്റേജ് എടുക്കുകയാണ്, ഗോസ്പൽ ശുശ്രൂഷയാണെന്ന് പറഞ്ഞ്. ദേ ആർ മേക്കിംഗ് മണി. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക, പ്രത്യേകിച്ച് ഇന്നത്തെ യൗവന തലമുറ, എല്ലാവരും അല്ല, എന്നാലും ഭൂരിപക്ഷം ആളുകൾ വൈറ്റ് കോളർ ജോബാ. ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, ഗെറ്റ് യുവർ ഹാൻഡ്സ് ഡർട്ടി ലൈക്ക് എ ഫാർമർ ഗോയിങ്. വിതക്കടാ, ഇറങ്ങടാ, നടക്കടാ. ഈ വെയില് നീ കൊള്ള. സുവിശേഷം എന്തോ ശിശുശേവല്ലേ? ഞാനിപ്പോ ശിശുശേവല്ലയാ. ഞാനിത് തരം കിട്ടിയ ചിലതിൻ്റെയൊക്കെ മുഖത്ത് നോക്കി പറയാനിരിക്കുകയാണ്, നീ തട്ടിപ്പാണ് നീ ആണെന്ന്. ഡോണ്ട് മേക്ക് എ ഫൂൾ ഔട്ട് ഓഫ് യുവർ സെൽഫ്. ഇറങ്ങിയാൽ കളത്തിൽ ഇറങ്ങി പോരാടിക്കോണം. ദൈവവചന ഒരു കോംപ്രമൈസും ഇല്ലാതെ തിമോത്തി പാടി നിൽക്കുക. എന്ത് വേണം? കട്ടിക്ക് പറഞ്ഞാൽ പൗലോസ് എൻ്റെ ചെയ്തെടുത്ത് ചെല്ലും. പറയണോ? പൗലോസ് പറയാ, ഫോർ മൈ ഗോസ്പൽ ഐ സഫർ, ഐ ആം ഇൻ ചെയിൻസ്, ഐ ആം ഇൻ ചങ്ങല ധരിച്ച്. അത് വെച്ചോണ്ടായി എഴുതുന്നത്. എന്നിട്ടൊരു വാക്ക്, ദുഷ്പ്രവർത്തിക്കാരൻ അല്ലേ? അങ്ങനല്ലേ? ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നതുപോലെയാണ് ഈ ചങ്ങല ധരിച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഹീസ് കൗണ്ടഡ് ആസ് എ ക്രിമിനൽ. ഇതല്ലേ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് ഉണ്ടായത്? രണ്ട് കള്ളന്മാരുടെ നടുവിൽ ലൈക്ക് എ ക്രിമിനൽ. അപ്പൊ സുവിശേഷ വേല എന്നാൽ, ഐ തോട്ട് വി ആർ ഗോയിങ് ടു ബൈ എ കാർ, ഐ തോട്ട് വി ആർ ഗോയിങ് ടു ബിൽഡ് എ ഹൗസ്. സ്തോത്രം. എന്തൊരു നിന്ദയാണെന്നറിയാമത്? ദുഷ്പ്രവർത്തിക്കാരനെ പോലെ. അതിൻ്റെ അർത്ഥം സീരിയസ് ചാർജസ് തനിക്കെതിരെ ഉണ്ട്. അങ്ങനെ കാരാഗ്രഹത്തിലിടെങ്കിൽ
ഭയങ്കരമായ ആരോപണങ്ങൾ തന്നെ കുറിച്ചുണ്ട്. തെറ്റായ ആരോപണങ്ങൾ, തെളിയിക്കപ്പെടാൻ കഴിയാത്ത ആരോപണങ്ങൾ. അങ്ങനെയല്ലേ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരുപാട് ആളുകളെ ഇടുന്നത്. സ്തോത്രം. നമ്മൾ ചിലപ്പോൾ പൗലോസിന്റെ അത്രയും കഷ്ടാനുഭവങ്ങളിലൊക്കെ ദൈവം നമ്മളെ കടത്തിയില്ലെന്ന് വരാം. നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിലും ഇതെല്ലാം അനുഭവിക്കാനുള്ള സമ്പൂർണ്ണ സമർപ്പണമില്ലാത്തവൻ സുവിശേഷ വേലയിൽ ഇറങ്ങരുത്. തീർച്ചയായും പറയാണ്. ചുമ്മാ നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന ഒന്നും കണ്ടുകൊണ്ട് ഇറങ്ങരുത്. സ്തോത്രം. ആളുകളിൽ നിന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന കൃപാവരം എന്തെങ്കിലും കർത്താവ് തന്നാൽ അത് മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാനാണ്. കൃപാവരം അതിനല്ല തന്നത്. സഭയുടെ പൊതു പ്രയോജനത്തിന് തന്നതാണ് കൃപാവരങ്ങൾ. അല്ലാതെ ഇത് ഫീസ് വെച്ച് ആളിനെ കയറ്റി ദൂത് പറയുന്ന ഇടപാടൊന്നുമല്ല ഇത്. കണ്ടോ സുവിശേഷ വേല? ഞാൻ ഇനിയാന്നേലും പറയാം, വിളിയില്ലേലുണ്ടല്ലോ കരയ്ക്ക് കയറിക്കോണം. പണ്ടൊരിക്കൽ ഒരു പാസ്റ്റേഴ്സ് കോൺഫറൻസിന് ഞാൻ പോയി. കർത്താവ് തന്ന ഒരു ദൂത് അവിടെ പറഞ്ഞു. പിന്നീട് അവരെന്നെ വിളിച്ചു പറഞ്ഞു, ഒരു പാസ്റ്റർ റിസൈൻ ചെയ്തെന്ന്. ഞാൻ ഓർത്ത് പരമാർത്ഥ ഹൃദയമുള്ളവനാ അദ്ദേഹം, നല്ല മനുഷ്യനാണ്. അതെന്താണ്? എന്നെ ഇത് വിളിച്ചിട്ടില്ല. പുള്ളി എന്ത് ചെയ്തു? പുള്ളി എഴുതി റിസൈൻ ചെയ്തു. വേറെ ആരെങ്കിലും പ്രാപ്തന്മാർ ചെയ്തോളാം. ആ ആള് നേരമുള്ളവനാ. സ്തോത്രം. ആ വാക്യം 9-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിക്കാമോ? അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അപ്പൊ ഞാൻ കഷ്ടം അനുഭവിക്കുന്നു, ചങ്ങല ധരിച്ച് ദുഷ്പ്രവർത്തിക്കാരനെ പോലെ എന്നെ ട്രീറ്റ് ചെയ്യുന്നു. അപ്പൊ തിമോത്തിയോട് പറയുന്നത് എന്താ? ഡോണ്ട് ബാക്ക് അവേ. നമുക്കൊരു ആപ്ലിക്കേഷൻ കൊണ്ടുവന്നപ്പോഴോ, പാസ്റ്റർ നമ്മളിപ്പോൾ കാരാഗ്രഹത്തിൽ പോകുന്നു, ചിലപ്പോൾ പോകേണ്ടി വരും. ഇനി അത് നമ്മുടെ ജീവിതകാലത്ത് അനുവദിച്ചിട്ടില്ല എങ്കിൽ പോലും അതിനൂടെ ഉള്ള സമർപ്പണം നമുക്ക് ഉണ്ടാകണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോൾ ലൈഫ് ഓൺ ദി ഓൾട്ടർ. ശുശ്രൂഷകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ശുശ്രൂഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സമർപ്പണമുള്ള, കാഴ്ചപ്പാടുള്ള, ദർശനമുള്ള ആളുകൾ വരണം. ഒരുപാട് പേര് ചിന്തിച്ചിരിക്കുന്നത് ഇത് വൈറ്റ് കോളർ ജോബാണെന്നാണ്. കൈ നനയാതെ മീൻ പിടിക്കുക എന്ന നിലയിൽ. നോ, യു ഹാവ് മിസ്അണ്ടർസ്റ്റുഡ് ദ മിനിസ്ട്രി. എന്തിനാണ് പൗലോസ് ചങ്ങല ധരിച്ച് ദുഷ്പ്രവർത്തിക്കാരെ പോലെ? ഇപ്പൊ പ്രിസണില്ല, നാളെ അവര് കൊല്ലാൻ പോവാ. വൈ? ബിക്കോസ് ഐ പ്രീച്ച് ദ ഗോസ്പൽ. ഈസ് യുവർ ഗോസ്പൽ ഇഫക്റ്റീവ്? ഇല്ല. കൺവെൻഷൻ വേദിയിൽ ഞാൻ ചിരിപ്പിക്കും, ഉപവാസത്തിന് ഞാൻ ദൂതുകൾ പറയും. ഒരിക്കൽ എന്നെ ഉള്ളത് വിളിച്ചു, എനിക്ക് തീരെ വയ്യ, പൊങ്ങാൻ വയ്യ. ഞാൻ ഡേറ്റ് കൊടുത്തുപോയി. ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാ. അയ്യോ, അതൊന്നും വിഷയമൊന്നുമില്ല, ദൂതുകൾ പറഞ്ഞാൽ മതി. ഞാൻ ഓർത്ത് അതെന്തുവാ? അപ്പൊ അവർ പ്രതീക്ഷിച്ചത് ഞാൻ അവിടെ ചെല്ലണം, ബൈബിൾ ഇങ്ങനെ ഒരു പഠിച്ച് ലേഖനമായിട്ടൊന്നും പറയണ്ട, ചില വിഷയങ്ങളുടെ മേൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇന്ന് ഇവിടെ ഉണ്ട്. ഈ യോഗം കഴിയുന്നതിന് മുമ്പ് തന്നെ ചില കെട്ടുകൾ പൊട്ടുന്ന ഒരു കാഴ്ച. അങ്ങനെ ദൂതുകൾ പറയുക. പൊങ്ങാൻ വയ്യ. എന്നെ ഒന്നും ബലപ്പെടുത്തിയതാ. ഡോണ്ട് വറി, ദൂത് പറ. സ്തോത്രം. ഇപ്പോൾ പൗലോസ് നിങ്ങൾക്ക് അറിയാമല്ലോ, 1-ാം റോമൻ കാരാഗ്രഹവാസം ഉണ്ടായിരുന്നു. അവിടെ അത്യാവശ്യം ആളുകൾക്കൊക്കെ വന്ന് കാണാം, സുവിശേഷമൊക്കെ പറയാമായിരുന്നു. ഇതിപ്പോൾ 2-ാം കാരാഗ്രഹവാസമാണ്. ഇവിടെ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, കാരണം ഇവിടുന്ന് ഈ കൺവിക്റ്റഡ് ക്രിമിനൽസിനെ കൊണ്ടിട്ടിട്ട് അവസാനം അവരെ കൊല്ലുകയാണ്. അങ്ങനെ അദ്ദേഹം ഇപ്പോൾ കിടക്കുക. അദ്ദേഹത്തിൻ്റെ പേര് ഒരു പക്ഷെങ്കിൽ കളങ്കപ്പെട്ട് കാണും. എടാ, ഈ ചുമ്മാ അതങ്ങനെ കാരാഗ്രഹത്തിൽ ഇടുമോ? ഇങ്ങനെയൊരു കുറ്റവാളി പോലും എന്തിൽ നമ്മൾ അറിഞ്ഞില്ലെന്നും കണ്ട് എന്ത് വേല്. ആ നല്ല പേരിന് കളങ്കം വരത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യം.
മാത്രമല്ല 1-ാമത്തെ അധ്യായത്തിൽ പല ആവർത്തി നമ്മൾ കണ്ടതാണ്, ഇപ്പോൾ തിമോത്തിക്ക് പോലും അദ്ദേഹത്തോട് അസോസിയേറ്റ് ചെയ്യാൻ ഷെയിം. ഒനസിഫറസ് ആണ് അല്ലേ? 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇല്ലേ മോളെ? പെട്ടെന്ന് വായിച്ചേ. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞുവെന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമോഗനേസും ആ കൂട്ടത്തിലുള്ളവർ ആകുന്നു. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫൊരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. അതിന് 12-ാം വാക്യത്തിലല്ലേ പൗലോസിനോട് പറയുന്നത് എന്നെക്കുറിച്ച് നീ ലജ്ജിക്കരുതെന്ന്? ഏതാ വാക്യം? 1:8. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം. ചെറിയ നിലയിൽ മെന്ററിന്റെ സാഹചര്യങ്ങൾ he's feeling ashamed. അപ്പൊ പോൾ എന്ന മനുഷ്യൻ, ആ വ്യക്തിത്വം, പണ്ഡിതനായി മനുഷ്യൻ, ന്യായപ്രമാണത്തിൽ പാണ്ഡിത്യമുള്ള ആള്, യേശുവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി, ജീവിതം മുഴുവനും മാറി സുവിശേഷ വേല ചെയ്ത് ഇഷ്ടം പോലെ സഭകൾ സ്ഥാപിക്കുകയാണ്. വിശ്വാസത്താലുള്ള നീതീകരണമാണ് പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ദൂത്. ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ ഒരു ലിസ്റ്റ് വായിക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെ. ഒനേസിഫറസ് സ്ട്രോങ് ആയിട്ട് നിന്നു, ചങ്ങലയെക്കുറിച്ച് ലജ്ജിച്ചില്ല. അപ്പൊ പേരിന് കളങ്കം വരുന്ന, ആളുകൾക്ക് അടുക്കാൻ മടിക്കുന്ന ഒരു സാഹചര്യം. എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഐ പ്രീച്ച് ദ ഗോസ്പൽ. ഗോസ്പൽ പ്രീച്ചിങ്ങിൽ there is suffering. ഇത് നമ്മുടെ തലച്ചോറിനകത്തിരിക്കണം. സുവിശേഷ വേലയ്ക്ക് ഞാൻ ഇറങ്ങിയാൽ there is suffering. സഭയായി നമ്മൾ ഇത് മനസ്സിലാക്കണം. ഈ ചർച്ച് സത്യത്തിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ we will go through different kinds of sufferings. പക്ഷെ മനുഷ്യർക്ക് ഇതല്ല വേണ്ടത്. മനുഷ്യർക്കിത് അവരിത് ചിന്തിക്കുന്നേയില്ല. ഇന്നത്തെ ആധുനിക കൾച്ചറിന് doesn't agree. What is this? സുവിശേഷ വേലയിൽ വന്ന് ഒരു വലിയ സംഭവമാകാനാ നോക്കുന്നത്. അപ്പോഴാ പറയുന്നത് സുവിശേഷ വേലയിൽ സഫറിങ് ഉണ്ട്. അത് എന്തോ സഫറിങ്? ചങ്ങല. ക്രിമിനലിനെ പോലെ ട്രീറ്റ് ചെയ്യുക. സ്വത്രം. ഇപ്പൊ ഞാൻ ഓൾട്ടർ കോൾ കൊടുക്കാം, നിങ്ങളുടെ എത്ര മക്കളെ സുവിശേഷ വേലയ്ക്ക് വിടാൻ ആഗ്രഹിക്കുന്നു? എന്തുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. ഓൺലൈനിൽ ഇരിക്കുന്നവരെ, നിങ്ങളിത് ചിന്തിക്ക്, കാര്യം മനസ്സിലാക്കുക. അല്ലാതെ ഇത് ലോകപ്രകാരമുള്ള ഗ്ലാമറിനല്ല. അങ്ങനെ ആക്കി ഇതിനെ, അത് വേറൊരു കാര്യം. അങ്ങനെ ഇതിനെ വളച്ചൊടിച്ചാക്കി എന്ന് പറഞ്ഞാൽ ഈ പ്രധാന ആള് പ്രസംഗി അത് സംഭവം. എന്താ സംഭവം? മനുഷ്യനില്ലേ? പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അനുഭവിച്ചത് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കാം ചിലപ്പോൾ നമ്മൾ ഓർക്കുന്നത്, ഇവിടെ എനിക്കിനി വല്ല കുഴപ്പമുണ്ടോ? അതോ ഞാൻ പറയുന്ന സുവിശേഷത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ ഓർത്തു പോയിട്ടുണ്ട്. ഇവിടെ ഓർക്കാത്ത കാര്യങ്ങളില്ലല്ലോ, എല്ലാം പഠിപ്പിച്ച് നമ്മള്. കാരണം ഇത് എന്നോ ലൂക്കോസ് പറഞ്ഞാലും തിമോത്തി പറഞ്ഞാലും റോമാലേഖനം പറഞ്ഞാലും എന്തോ പറഞ്ഞാലും ആർത്തല്ല. ഞാൻ ഓർത്ത് ഇനി നമുക്ക് വല്ലതും പ്രശ്നമുണ്ടോ? സ്തോത്രം. ചിന്തിക്കുന്നത്. തിമോത്തിക്ക് ഒരിക്കലും അങ്ങനെ തോന്നരുത്. കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ചുവെങ്കിൽ കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാ ദൈവത്തിൻ്റെ ദാസന്മാരും ഇതുവഴി കടന്നു പോകണം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് സംക്ഷിപ്തമായി ഒരു പാരഗ്രാഫിൽ അദ്ദേഹം അനുഭവിച്ച കാര്യത്തെക്കുറിച്ച് രേഖപ്പെടുത്തി നിങ്ങൾ വായിച്ചിട്ടുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 27 വരെയുള്ള വചനങ്ങൾ.
അതിങ്ങനെ പറയാനുണ്ടായ സാഹചര്യം കൂടെ മനസ്സിലാക്കണം. പൗലോസിനെതിരെ ദുരുപദേശക്കാർ സഭയിൽ വന്ന് അദ്ദേഹത്തിനെതിരെ ഒരുപാട് കാര്യങ്ങൾ അക്യൂസേഷൻസ് ആയി പറഞ്ഞു. അപ്പൊ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു റിയൽ സുവിശേഷകൻ ആരാണെന്ന് പറയാൻ താൻ അനുഭവിച്ച കഷ്ടങ്ങളെ അങ്ങോട്ട് നിരത്തുക. നോക്കിക്കേ, ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു. എന്താ ഇതിന്റെ അർത്ഥം? തെറ്റായി വന്ന ദുരുപദേശകർ റിയൽ ശുശ്രൂഷകർ അല്ല. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാര്യം പറയാം. ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി. ഇതാണ് സുവിശേഷ വേല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും അങ്ങനെ? വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചാൽ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കും. പോയിക്കോട്ടെ, എന്നാ പാസ്റ്റർ പോയിക്കോട്ടെ. അല്ല, പോയിക്കോട്ടെ. 24-ാം വാക്യം, യഹൂദരാൽ ഞാൻ കുറെ 40 അടി 5 വട്ടം കൊണ്ടു. ഓഹോ, ഇൻ ഹിസ് ജനറേഷൻ ഹി ക്യാരിഡ് ദ റെവലേഷൻ. വെളിപ്പാടുള്ള മനുഷ്യൻ പറയുകയാണ്. ഇന്നായിരുന്നു എന്ത് പറയുന്നതിനും നാന്നേ എനിക്ക് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ളത് എന്താ? 5 വട്ടം കൊണ്ടുവന്ന് 40 അടി കുറയുന്ന പറഞ്ഞാൽ 39 അടി വെച്ച് 3 വട്ടം കോലിനാൽ അടി കൊണ്ടു. അപ്പൊ ഈ 40 കുറേ 39 അടി അല്ലാതെ കോലുകൊണ്ടുള്ള അടി. എന്താ പ്രശ്നം? എന്നാ? I preached my gospel, Jesus Christ. ഒരുപാട് പേര് നമ്മളെ ഫൂൾ ചെയ്യാണ് പ്രിയരെ. ഒരിക്കൽ കല്ലേറുകൊണ്ട് 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും ഇതിനകത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഞാൻ വായിച്ചങ്ങ് വിടുക. ഇന്ന് ഇതിൻ്റെ ഒരൈറ്റം ഉണ്ടായിരുന്നേ അത് നമ്മൾ മാർക്കറ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കിയത്. പണ്ട് ഈ ഡിജിറ്റൽ സംഭവങ്ങൾ ഇല്ലാഞ്ഞ കാലഘട്ടത്തിൽ എനിക്കറിയാവുന്ന ഒരു പുള്ളിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. പുള്ളി അത് മാർക്കറ്റ് ചെയ്ത് കാശുണ്ടാക്കി. പിന്നെ സുവിശേഷ വിരോധികൾ തല്ലണ്ട, ഇവിടുന്ന് പോകാനൊന്ന് പറഞ്ഞു. അപ്പോഴേ എല്ലാം മാർക്കറ്റ് സുവിശേഷ വിരോധികളാൽ സഹിച്ചു. അതെല്ലാം മാർക്കറ്റിങ്ങാണ്. എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇതാ. ബൈബിൾ സ്കൂളുകളിലും കോളേജിലും ഒക്കെ ഇത് വല്ലതുമാണ് പഠിപ്പിക്കേണ്ടത്. ഇത് പഠിപ്പിച്ചാൽ നല്ല ശതമാനം എണ്ണം പതിയെ പൊക്കോളും. ഈ ബൈബിൾ സ്കൂളിലും കോളേജിലും ഒക്കെ നിങ്ങൾ ബൈബിൾ സ്കൂളിൽ നിന്ന് വരുന്ന എല്ലാം പാസ്റ്റർമാരാന്നൊക്കെ പറഞ്ഞ് ചുമ്മാതാന്ന്. ഇതിനകത്ത് ദർശനമുള്ളവർ വളരെ കുറവാണ്. ദൈവവചനം പഠിക്കുന്നതല്ല, ദർശനമുള്ള വളരെ കുറവാണ്. ഞാൻ ഒരിക്കലും ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ദൈവദാസനോട് ചോദിച്ചപ്പോഴാണ് ദൈവദാസൻ പറഞ്ഞത്, അവിടെ പഠിക്കുന്നതിൽ നിന്ന് 1-2 എണ്ണത്തെ പോലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാനില്ലെന്ന്. എന്താ ചെയ്യുന്നത്? എല്ലാം വൈറ്റ് കോളർ ജോബാ. ഞങ്ങൾക്ക് പുൾപ്പിറ്റ് ഇട്ട് തരണം. ആ പുൾപ്പിറ്റ് പോലും തേക്കാന്നോ? കാരണം ഞാൻ അതുപോലത്തെ സംഭവമാണ്. എന്ത് ചെയ്യും? അതിൻ്റെ നടുവിൽ ഞാൻ പറയുന്നത്, ഇതിനകത്ത് നിന്ന് സത്യത്തിന് വേണ്ടി നിൽക്കുന്ന സാക്ഷികൾ എഴുന്നേൽക്കണം. പത്യവചനം പ്രഘോഷിക്കുന്ന ഗേൾസ് ആൻഡ് ബോയ്സ് എഴുന്നേൽക്കണം. കാരാഗ്രഹമെങ്കിൽ കാരാഗ്രഹം. ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, അടുത്തതാ കട്ടി, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അന്നേ ഉണ്ടിവൻ ഇല്ലവൻ. കള്ള സഹോദരന്മാരായുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത. എന്ത് പൗലോസേ, എന്ത് പറ്റി? അങ്ങ് വലിയ പണ്ഡിതനല്ലേ? I preach my gospel, no compromise. സ്തോത്രം.
അതാണ് സുവിശേഷ വേല. ഇതിന് സമർപ്പണം ഉണ്ടേലേ ഇറങ്ങാവൂ. അപ്പൊ ഇതെല്ലാം ഉണ്ടാകുമെന്നല്ല പറഞ്ഞത്. പൗലോസിനുണ്ടായാലോ നമുക്കുണ്ടാകും എന്നല്ല വാദം. പക്ഷെ ഉണ്ടായാൽ അതറിഞ്ഞ് വേണം, ആ സമർപ്പണത്തിൽ വേണം കാലുവയ്ക്കാൻ. If that's God's will about my life, so be it. സ്തോത്രം. അപ്പൊ കൊരിന്തുകാരോട് ഇത് പറയാനുള്ള പശ്ചാത്തലം ഞാൻ പറഞ്ഞു. അപ്പൊ പൗലോസ് ഒരു റിയൽ മിനിസ്റ്റർ, ഒരു ട്രൂ സെർവന്റ് ഓഫ് ദ ലോർഡ്, അദ്ദേഹം കഷ്ടങ്ങൾ അനുഭവിച്ചു. ഫോൾസ് ടീച്ചേഴ്സാണ് അദ്ദേഹത്തിൻ്റെ റീസണിങ്ങിൽ സഫറിങ് വരുമ്പോൾ അവര് ഒരു വാക്കുണ്ട്, അയ്യോ ഈ യൗവനക്കാർ പറയുന്നത് എന്താ, എതിർപ്പുകളും കഷ്ടത പ്രയാസമൊക്കെ വരുമ്പം സ്കൂട്ട് ചെയ്തു. ഞാൻ അവിടെ നിന്ന് സ്കൂട്ട് ചെയ്തു. നമ്മളെ കാണുക നോ, റിയൽ മിനിസ്റ്റർ ചാലഞ്ചസിനെ ഫേസ് ചെയ്യും. പക്ഷെ അവിടെയെല്ലാം ഞാനൊരു കാര്യം പറയാം, പതറുന്ന അനുഭവങ്ങൾ വരും. ഇതുപോലെ ചിലർ നമ്മളെ ബലപ്പെടുത്തി, അത് ദൈവം സംവിധാനം ചെയ്യുന്നതാണ്, ദൈവം അവരിലൂടെ നമ്മളെ ബലപ്പെടുത്തുന്നതാണ്. ഞാൻ എത്ര വട്ടം പതറിപ്പോയിട്ടുണ്ട്, ഞാൻ എത്ര വട്ടം എനിക്ക് ബുദ്ധിമുട്ട് മതിയാക്കാം. ഈ തിമോത്തിയോസിന്റെ ലേഖനത്തിലൂടെ തന്നെ ചില വർഷങ്ങൾക്ക് മുമ്പ് I'll show you the verse. 1 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 3-ാം വാക്യം. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ. എൻ്റെ ഹൃദയത്തിൽ അതങ്ങ് ഇതായി. കാരണം ഞാൻ ഇങ്ങനെ വട്ടം കൂട്ടുകയായിരുന്നു. ഇങ്ങനെ ചിലപ്പോൾ ചിലരിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഇങ്ങനെ വചനം വായിക്കുമ്പോഴായിരിക്കാം നമ്മളെ അങ്ങ് ബലപ്പെടുത്തും. പതർച്ചകൾ വരുമ്പോഴും റിമെമ്പർ ജീസസ്. ഗോസ്പൽ പറയാൻ അയവ് വരുത്തരുത്, കലർപ്പ് ചേർക്കരുത്. ആ ഗോസ്പൽ അറിയിക്കുമ്പോൾ ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് വി വിൽ സഫർ. റിമെമ്പർ ജീസസ് 8-ാം വാക്യത്തിൽ. 9-ൽ റിമെമ്പർ ദി അപ്പോസ്റ്റൽ പോൾ. തിമോത്തി, ഞാൻ നിന്റെ മുന്നേ ജീവിച്ച് കാണിച്ചതാ. ഐ സഫർഡ് ഫോർ ദ ഗോസ്പൽ. വേറെ ഒരു, ഞാൻ ക്രിമിനലിനെ പോലെ ഇപ്പൊ അവരെന്നെ ട്രീറ്റ് ചെയ്യുന്ന ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടല്ല. യു നോ ദാറ്റ്. ഇറ്റ്സ് ബിക്കോസ് ഐ ടോട്ട് ദ ഗോസ്പൽ. ഏനി ചങ്ങലയിട്ടിരിക്കുന്ന ഞാൻ എന്തുവാ ഏതാണ്ട് ചെയ്തതാണോ, എങ്ങാണ്ട് ബാങ്ക് കൊള്ളയിട്ടതാണോ? അല്ല. ഇറ്റ്സ് ബിക്കോസ് ഐ പ്രീച്ച് ദ ഗോസ്പൽ. നിനക്കും ചിലപ്പോൾ അതുവഴി പോകേണ്ടി വരും. സ്റ്റാൻഡ് ഫേം. യഥാർത്ഥ ശുശ്രൂഷ അതാണ്. ആ സമർപ്പണം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും. കള്ളനാണയങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ സുവിശേഷ വിരോധികളുടെ ആക്രമണങ്ങളും മറ്റു പല പല പ്രതികൂലങ്ങളും വരുമ്പോൾ സ്കൂട്ട് ചെയ്യുന്ന അനുഭവം ഉണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഒരു ദൈവദാസൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ, ഞാനത് കുറിച്ചു വെച്ചു, ഞാനത് എഴുതി വെച്ചു. നിങ്ങളെല്ലാവരും എഴുതി വെക്കണം. മിനിസ്ട്രി ദാറ്റ് കോസ്റ്റ് നത്തിങ് അക്കംപ്ലിഷസ് നത്തിങ്. വില കൊടുക്കാത്ത ശുശ്രൂഷ ഒന്നും സാധിക്കുന്നില്ല. മിനിസ്ട്രി ദാറ്റ് കോസ്റ്റ് നത്തിങ് അക്കംപ്ലിഷസ് നത്തിങ്. ഇനിയും 9-ാം വാക്യത്തിന്റെ അവസാന ഭാഗം. മോൾ ആ വാക്യം മുഴുവൻ വായിരുന്നിട്ട് ദൈവവചനത്തിനോ ബന്ധനമില്ല എന്ന വാക്ക് വായിക്കാം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിച്ചു കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. ഞാൻ ചങ്ങലയില്ല. വചനത്തെ ചങ്ങലയിലിടാനൊക്കത്തില്ല. ഞാൻ കാരാഗ്രഹത്തില. സുവിശേഷം എല്ലാം കൂടി നമുക്കൊരു കാരാഗ്രഹത്തിൽ ഇടാൻ പൂട്ടാം. നോ, ദ വേർഡ് വിൽ സ്പ്രെഡ്. ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനമാണ്. അത് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. തിമോത്തി, നീ അതോർത്ത് ബലപ്പെടണം.
തിമോത്തി, ഞാൻ ഇപ്പോൾ പോകുകയാണ്. എന്റെ കാലശേഷം യു മസ്റ്റ് എൻറ്റർ ദ മിനിസ്ട്രി. ബാക്ക് ഓഫ് ചെയ്യരുത്. വേർഡ് ഇസ് പവർഫുൾ, ദ ഗോസ്പൽ ഇസ് പവർഫുൾ. അവിടെ ദൈവവചനത്തിനോ, ആ ദൈവവചനം എന്ന വാക്ക് അവിടെ അർത്ഥമാക്കുന്നത് സുവിശേഷത്തിന് ബന്ധനമില്ല. ഇറ്റ് ഈസ് പവർഫുൾ, ഇറ്റ് കൺവേർട്സ് പീപ്പിൾ. ഞാൻ ഇവിടെ പരസ്യമായിട്ട് നിങ്ങളോട് പറയുകയാണ്, ലോകരെല്ലാം കേൾക്കട്ടെ. ഏത് പീഡനം വന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് ലോകത്തിലുള്ള സകല ഉപദേശിമാരെയും പിടിച്ച് കാരാഗ്രഹത്തിലിട്ടാലും ദൈവത്തിന്റെ വചനം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഗോഡ്സ് വേർഡ്. ദൈവശ്വാസ്യമായ ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. അത് ആളുകളെ കൺവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സുവിശേഷത്തിന് ബന്ധനമില്ല. ദ വേർഡ് ഓഫ് ഗോഡ്. പൗലോസിനെ മിണ്ടാതാക്കാം. തലച്ഛേദിച്ചു. ഈസ് ഓവർ. പൗലോസിനെ അങ്ങനെ സൈലൻസ് ചെയ്യാം, പക്ഷേ സുവിശേഷത്തെ സൈലൻസ് ചെയ്യാൻ കഴിയുകയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആണികളുടെ മേൽ കിടക്കുന്ന കർത്താവ് ചെയ്ത വീണ്ടെടുപ്പിന്റെ വില, അതിനെ ബന്ധിക്കാനൊക്കത്തില്ല, അതിനെ പൂട്ടാനൊക്കത്തില്ല. സ്വത്രം. നമ്മൾ ഇത്ര വലിയ സുവിശേഷമാണ് സ്വീകരിച്ചത്. ഇത്ര വലിയ സുവിശേഷമാണ് ആളുകളോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. തേജസ്സിന്റെ സുവിശേഷമാണിത്. ഇറ്റ്സ് എ ഗ്ലോറിയസ് ഗോസ്പൽ. സ്തോത്രം. ഹല്ലേലൂയ. അഭിമാനം തോന്നണം സുവിശേഷത്തെ കുറിച്ച്. സുവിശേഷത്തിന് ബന്ധനമില്ല. സ്റ്റേറ്റസിൽ ഇട്ടോണം സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. എവിടെ പോയാലും കൺവെൻഷൻ, ഫ്യൂണറൽ, കല്യാണം, ഫാസ്റ്റിംഗ് മീറ്റിംഗ്. ഇപ്പം നമുക്ക് 21 ദിവസം നടക്കുക ഓരോ വീടുകളിൽ. എന്തുമായിരിക്കും, എന്തോ അവിടെ പ്രത്യേക കാര്യമില്ല. അവിടെ മിക്കവാറും സുവിശേഷം തന്നെയായിരിക്കും. അത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് പവർഫുൾ. ദൈവവചനത്തിനോ ബന്ധനം ഇല്ല. ഇത് തിമോത്തി ഈ പ്രത്യേക സാഹചര്യത്തിൽ ഓർക്കണം. ദൈവവചനത്തിന്റെ ശക്തി. ഇത്രയും അദ്ദേഹം സ്ട്രെസ് അനുഭവിക്കുമ്പോഴും ഇത് ഓർക്കണം. പൗലോസിനെ പോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ചിലപ്പോൾ ജയിലിൽ നാളെ അദ്ദേഹം പോയി എന്ന് വരാം. പക്ഷേ ദൈവത്തിന്റെ വചനം, സുവിശേഷത്തിന് ഒരിക്കലും ഒരു മാറ്റം വരികയില്ല. നിങ്ങൾക്കറിയാവുന്ന ഒരു വാക്യം, യെശയ്യാപ്രവചനം 40:8. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഒന്ന് ചേർന്ന് നമുക്ക് പറയാം. 1, 2, 3. പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. സുവിശേഷം ഒരിടത്ത്, സുവിശേഷത്തിന്റെ ബോംബ് ഒരിടത്ത് പൊട്ടിയതാ. പ്രൈസ് ദി ലോർഡ്. ആളുകളെ കൊല്ലാം, പിടിച്ചു കെട്ടാം, കേസെടുക്കുന്നു, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, കള്ളക്കേസ് മെനയുന്നു, ഇതെല്ലാം ചെയ്യാം. യു ക്യാൻ ഡു നത്തിങ്. ദ ഗോസ്പൽ ഇസ് സോ പവർഫുൾ. ദൈവവചനത്തിന് ബന്ധനം ഇല്ല. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ നിർത്താൻ താല്പര്യപ്പെടുക 10-ാം വാക്യം വായിച്ചിട്ട് ഞാനിതിങ്ങനെ ധ്യാനിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, ഈ പൗലോസ് കണ്ടതാണ് ഒരു യൗവനക്കാരനെ കല്ലെടുത്ത് എറിഞ്ഞ് കൊല്ലുന്നത്. That spirit-filled man Stephen. 7-ാം അധ്യായ അപ്പോസ്തല പ്രവർത്തികളിൽ ഇസ്രായേലിന്റെ ചരിത്രം ആത്മനിറവിൽ അങ്ങോട്ട് പറഞ്ഞ് കാട്ടി വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അരിശം പൂണ്ട ആളുകളെല്ലാം കൂടി എറിഞ്ഞ് തന്നെ കൊല്ലുകയാണ്. കൊല്ലുമ്പോഴും ദിവ്യമാകുന്ന ദർശനം കണ്ടുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതെല്ലാം മാറി നിന്നുകൊണ്ട് സോൾ കണ്ടുകൊണ്ടിരിക്കുക. സോൾ അപ്രൂവ് ചെയ്തെന്നാ. പ്രൈസ് ദി ലോർഡ്. സ്റ്റീഫനെ മരിച്ചു, കൊണ്ടുപോയതാ. അപ്രൂവ് ചെയ്ത പോളിനെയും കൊണ്ട് സുവിശേഷം പോയി. യു കനോട്ട് ബൈൻഡ് ദ ഗോസ്പൽ. ആളുകളെ കൊല്ലാം, പൂട്ടാം, പിന്നെന്താ വലിയ ത്രട്ടനിങ്, പേടിപ്പിക്കുന്ന ചില കാര്യം പറയാ, ഇതെല്ലാം ശരിയാ. ഇതുകൊണ്ടൊന്നും സുവിശേഷം നിൽക്കത്തില്ല. പോള് പോയി, അതുകൊണ്ട് സുവിശേഷം നിന്നോ? നോ.
ഞാൻ ഇന്ന് ചിന്തിച്ചു പ്രിയരെ, ജീസസ് ആയിരുന്നു എല്ലായിടത്തും പോയി ദൈവരാജ്യം പ്രസംഗിച്ചത്. അവിടുന്ന് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കുന്നവർക്കും സുവിശേഷ വേല തുടരുകയാണ്. അപ്പോസ്തലന്മാരെന്ത് ചെയ്യേ? മിക്കവരും രക്തസാക്ഷികളായി. അതുകൊണ്ട് സഭയൊന്നും നിന്നില്ല, സുവിശേഷ പ്രവർത്തി നിന്നില്ല. ഇറ്റ്സ് പവർഫുള്ളി ഗോയിങ് ഓൺ. ഇന്നത്തെ തലമുറ മാറും. ന്യൂ ലൈഫുകാരത് ശരിക്കും ഓർത്തോണം. The present generation will move on. If the return of the Lord tarries, കർത്താവിന്റെ വരവ് താമസമെങ്കിൽ ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകും. അതുകൊണ്ട് സഭയ്ക്കെന്താ? അതുകൊണ്ട് സുവിശേഷീകരണം നിൽക്കുമോ? നെവർ, നെവർ. ദൈവവചനത്തിന് ബന്ധനമില്ല. ഹല്ലേലൂയ. അതാര് പറയാൻ ശ്രമിച്ചാൽ, ആരെങ്കിലും പറയാൻ തയ്യാറായാൽ, പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി ആ ദൈവത്തിന്റെ വചനത്തിലൂടെ വ്യാപരിക്കും. 10-ാം വാക്യം, അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. സുവിശേഷം നിമിത്തമാ സഹിക്കുന്നത്. എന്തിനു വേണ്ടി? ഒരുപാടടുത്ത് ഒരുപാട് പേർ രക്ഷിക്കപ്പെടാനുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നു. അവർ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ സഹിക്കുന്നു എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ആത്മരക്ഷ യേശുക്രിസ്തുവിന്റെ ത്യാഗയാഗ മരണത്തിലാണ്. പക്ഷെ ഈ വാർത്ത കൊണ്ടുപോയി കൊടുക്കുവാൻ ചിലരെ ആവശ്യമാണ്. പോൾ ഇവിടെ എടുത്തു പറയാ, അതിന് നല്ലൊരു ലളിത ഇംഗ്ലീഷ്. So I am willing to endure anything if it will bring salvation and eternal glory in Christ Jesus to those God has chosen. I am willing to do anything. എന്തുവാ ഈ മനുഷ്യന്റെ കാഴ്ചപ്പാട് നിങ്ങൾ നോക്ക്. This is the spirit-filled man. എന്തിന്? ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, പലയിടത്ത് പലരുണ്ട്, അവരുടെ ഈ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വരണം. പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി ഞാൻ എന്തും വില കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ എക്സ്ട്രീം സഫറിംഗ് ഒക്കെ പൗലോസ് എന്തിനാണ് ഇപ്പോൾ ഈ ഇംപ്രിസൺമെന്റ്, എന്നിട്ട് അദ്ദേഹത്തെ കൊല്ലാൻ പോകുക എന്താണ് ഇതിനകത്തൊക്കെ? അദ്ദേഹത്തിന്റെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, സാൽവേഷൻ ആൻഡ് ഇറ്റേണൽ ഗ്ലോറി. അത് ക്രിസ്തുവിൽ മാത്രമേ ഉള്ളൂ. ഈ സുവിശേഷീകരണത്തിൽ അങ്ങനെയുള്ളവർ വിടുവിക്കപ്പെടണം. അവരാരാണ്? അറിഞ്ഞുകൂടാ. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ പ്രിയരെ. വെറുതെ നമ്മളൊരു ലേഖനത്തിലൂടെ കടന്നു പോകുന്നു. ലെറ്റ് ഇറ്റ് ബ്രിങ് ബെനിഫിറ്റ്സ് ടു അവർ ഹാർട്ട്സ്. ആൻഡ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആയുസിൽ ഇതുപോലൊരു ഈ ഗർത്തത്തിനകത്തിട്ടു എന്ന് പറയുന്ന അനുഭവമൊന്നും ചിലപ്പോൾ നമുക്ക് ഉണ്ടായില്ലെന്ന് വരും. പക്ഷെ അതിന് നമ്മുടെ ഹൃദയത്തിൽ സമർപ്പണം. കാരണം ദിസ് ഇസ് ദ ട്രൂ ഗോസ്പൽ. ആളുകളെ തേജസ്സിലേക്ക് കൊണ്ടുവരുന്ന സുവിശേഷമാണിത്. ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുത്തുന്ന സുവിശേഷമായത്. ഈ നിക്ഷേപമാണ് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം.